എയർപ്ലെയിനേക്കാളും ട്രെയിൻ വളരെ വേഗത്തിൽ പോകുന്നു എല്ലാവർക്കും അല്ല. ഈ ചോദ്യം ആരെങ്കിലും നിങ്ങളോട് ചോദിച്ചാലേ ആദ്യം പലർക്കും ചിരി വരും. കാരണം നമുക്ക് ബാല്യത്തിൽ നിന്ന് എയർപ്ലെയിൻ വളരെ വേഗത്തിൽ പോകുന്നെന്ന് കേട്ടോണ്ടിരിക്കുന്നു. അത് ആകാശത്ത് പറക്കുന്നു. ആയിരക്കണക്കിന് കിലോമീറ്റർ ദൂരം 1 മണിക്കൂറിൽ പൂർത്തിയാക്കും. പക്ഷെ ഇപ്പോൾ ചൈന ലോകത്തെ ഒരു ഷോക്കിലാക്കി. അസാധ്യമെന്ന പദം തങ്ങളുടെ നിഘണ്ടുവിൽ ഇല്ലെന്ന് വീണ്ടും തെളിയിക്കാനാണ് അവർ ശ്രമിക്കുന്നത്. ഒരു നിമിഷം ചിന്തിക്കൂ, നിങ്ങളൊരു ട്രെയിനിലിരിക്കുകയാണ്. പക്ഷെ ആ ട്രെയിൻ പാളത്തിലല്ലാതെ വായുവിൽ പോകുന്നുവെന്ന് നിങ്ങൾക്ക് തോന്നിയാൽ നിങ്ങളുടെ അനുഭവം എന്തായിരിക്കും? വിൻഡോയിൽ നിന്ന് നോക്കുമ്പോൾ മരങ്ങളും കെട്ടിടങ്ങളും റോഡുകളും എല്ലാം സൂപ്പർ ഫാസ്റ്റായി പിന്നിലേക്ക് പോകുന്നത് പോലെ തോന്നും. നിങ്ങൾ കയ്യിൽ കോഫി കപ്പ് പിടിച്ച് റീലാക്സ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങളുടെ വേഗം മണിക്കൂറിലെ 600 കിലോമീറ്ററാണ്. ഇത്ര വേഗതയുള്ള ട്രെയിനിൽ നിങ്ങൾ യാത്ര ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എങ്ങനെയിരിക്കും? കൽപ്പന ചെയ്താലും അത്ഭുതകരമല്ലേ? ഇപ്പം അത്തരമൊരു ട്രെയിനാണ് ചൈന ഇപ്പോൾ രൂപകൽപ്പന ചെയ്യുന്നത്. ആ ട്രെയിനിൻ്റെ പേരാണ് മാഗ്ലെവ് ട്രെയിൻ. മാഗ്ലെവ് എന്നത് മാഗ്നറ്റിക് ലെവിറ്റേഷൻ എന്നാണ് നോക്കും. പേര് കേൾക്കുമ്പോൾ തന്നെ വളരെ ഭാവിയിലേക്കുള്ളതുപോലെയാണ് തോന്നില്ലേ? അതുപോലെ ഈ ട്രെയിൻ സാധാരണ ട്രെയിൻ അല്ല. ഇത് സയൻസ് ഫിക്ഷൻ സിനിമയിൽ കാണുന്ന ടെക്നോളജി പോലെയാണ്. പക്ഷെ അത്ഭുതം എന്നാൽ ഇതിപ്പോൾ യഥാർത്ഥത്തിൽ റെഡിയായി കഴിഞ്ഞു. സാധാരണ ട്രെയിനുകൾ എങ്ങനെ പ്രവർത്തിക്കുന്നു? ഇരുമ്പ് ചക്രങ്ങൾ ഇരുമ്പ് പാളത്തിൽ കറങ്ങും. ആ വീലുകളും ട്രാക്കുകളും തമ്മിൽ ഘർഷണം ഉണ്ടാകുന്നു. ഈ ഘർഷണത്തിന്റെ കാരണത്താൽ വേഗതയ്ക്കൊരു പരിധി ഉണ്ടാകും. നിങ്ങൾ എത്ര ശക്തമായ എഞ്ചിൻ വെച്ചാലും ഒരു ഘട്ടത്തിന് ശേഷം വീലുകൾ ചൂടാവുന്നു, ട്രാക്കുകൾക്ക് കേടുവരും. അതിനാലാണ് സാധാരണ ട്രെയിനുകൾക്ക് വേഗപരിധി ഉണ്ടാകുന്നത്. പക്ഷെ ചൈന ഒരു ക്രേസിയായ ആശയവുമായി മുന്നോട്ട് നീങ്ങും. ട്രാക്ക് തൊടാതെ ട്രെയിൻ ഓടിച്ചാൽ എങ്ങനെയായിരിക്കുമ്പോ ഒരു നിമിഷം ആലോചിച്ച് നോക്കും. അവിടെയാണ് മാഗ്ലെവ് ടെക്നോളജി ചെറുക്കൽ. ഈ ട്രെയിനെ വീലയിടുക. ട്രാക്കുകളിലും ട്രെയിനിന്റെ അടിയിലും അത്യന്തം ശക്തമായ ചുംബകങ്ങൾ സ്ഥാപിച്ചിരിക്കുന്നു. ഒരേപോലുള്ള ചുംബകങ്ങളെ പരസ്പരം തള്ളിക്കളയുമെന്ന് നാം സ്കൂളിൽ പഠിച്ചിട്ടുണ്ട്. അത് തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്ന പ്രിൻസിപ്പിൾ. ആ ചുംബക ശക്തിയുടെ കാരണത്താൽ ട്രെയിൻ ട്രാക്കിന്റെ മുകളിൽ കുറച്ച് സെന്റിമീറ്റർ ഉയരത്തിൽ വായുവിൽ തങ്ങുന്നു. അതർത്ഥം ട്രെയിനിന് ട്രാക്കുമായി ഭൗതിക സമ്പർക്കമില്ല. സമ്പർക്കം ഇല്ലെങ്കിൽ ഘർഷണം ഉണ്ടാകില്ല. ഘർഷണം ഇല്ലെങ്കിൽ വേഗതയെ തടയാനൊന്നുമില്ല. ഇത് കൃത്യമായി ഐസിൽ ജാറുന്നത് പോലെയാണ്. നിലം കഠിനമായ അത് മന്ദഗതിയിലാവും. പക്ഷേ സ്ലിപ്പറി സർഫേസിലാണെങ്കിൽ വളരെ വേഗത്തിൽ പോവും. മാഗ്ലെവിന് ഇതേ ആശയമാണ്. ചൈന പറയുന്നതനുസരിച്ച് ഈ ട്രെയിൻ മണിക്കൂറിൽ 600 മുതൽ 700 കിലോമീറ്റർ വേഗത്തിൽ പോകാൻ കഴിയും. ഇത് സാധാരണ ബുള്ളറ്റ് ട്രെയിനിനേക്കാൾ വളരെ കൂടുതലാണ്. ചില ചെറിയ ആഭ്യന്തര വിമാനങ്ങളുടെ യഥാർത്ഥ യാത്രാ സമയത്തോട് താരതമ്യപ്പെടുത്തുമ്പോൾ ഈ ട്രെയിൻ കൂടുതൽ പ്രായോഗികമാകാനും സാധ്യതയുണ്ട്. കാരണം എയർപ്ലെയിൻ വളരെ വേഗത്തിൽ പോകുന്നുണ്ടെങ്കിലും എയർപോർട്ട് പ്രോസസ്സ് വളരെ ബുദ്ധിമുട്ടും അസ്വസ്ഥതയും ഉളവാക്കുന്നു. ആദ്യം എയർപോർട്ടിലേക്ക് പോകണം, സുരക്ഷാ പരിശോധന ഉണ്ടാവും, ബോർഡിങ്ങിനായി കാത്തിരിക്കണം. ഫ്ലൈറ്റ് വൈകിയാൽ അതൊരു ടോർച്ചർ തന്നെയാണ്. ലാൻഡിങ്ങിന് ശേഷം നഗരത്തിലേക്ക് എത്താൻ പോലും വളരെ സമയമെടുക്കും. 2 മണിക്കൂർ ഫ്ലൈറ്റിനായി ഏകദേശം 6 മണിക്കൂർ യാത്ര ചെയ്യേണ്ടി വരും. പക്ഷേ മാഗ്ലെവ് ട്രെയിൻ നഗരമധ്യത്തിൽ നിന്ന് തന്നെ ആരംഭിക്കും. എയർപോർട്ട് പ്രശ്നം ഉണ്ടാവില്ല, സുരക്ഷാ വരികളില്ല. നേരിട്ട് ഒരു നഗരത്തിൽ നിന്ന് മറ്റൊരു നഗരത്തിലേക്ക് അൾട്രാ ഫാസ്റ്റ് സ്പീഡിൽ യാത്ര ചെയ്യാം. ഇതാണ് ചൈനയുടെ ലക്ഷ്യം. ബെയ്ജിങ്ങിന് ഷാങ്ഹായിലേക്ക് സാധാരണ ട്രെയിനിൽ യാത്ര ചെയ്യാൻ മണിക്കൂറുകൾ എടുക്കും. ഫ്ലൈറ്റിൽ പോയാൽ എയർപോർട്ട് ഫോർമാലിറ്റികൾ ഉൾപ്പെടെ 4-5 മണിക്കൂർ എളുപ്പത്തിലെടുക്കും. പക്ഷേ മാഗ്ലെവിൽ അതേ ദൂരം വരും 2-3 മണിക്കൂറിൽ പൂർത്തിയാക്കാൻ സാധ്യതയുണ്ട്. ഇത് ട്രാൻസ്പോർട്ടേഷൻ ഇൻഡസ്ട്രിക്ക് ഒരു ഗെയിം ചേഞ്ചർ ആയിരിക്കും. പക്ഷേ ചൈന ഇത്തരത്തിലുള്ള പ്രൊജക്റ്റുകൾ എന്തിനാ ചെയ്യുന്നത്? നിജത്തിന് ജനങ്ങളുടെ സൗകര്യത്തിനാണോ, അല്ലെങ്കിൽ ലോകത്തിന് തങ്ങളുടെ ശക്തി കാണിക്കാനാണോ? ഈ ചോദ്യം വളരെ പ്രധാനമാണ്. കാരണം ചൈനയുടെ ചരിത്രം നോക്കിയാൽ അവർ പ്രൊജക്റ്റുകൾ വെറും ആവശ്യമുള്ളതിനായി മാത്രം ചെയ്യുന്നില്ല. ലോകം തങ്ങളുടെ എഞ്ചിനീയറിംഗ് ശക്തി കണ്ട് ഞെട്ടണമെന്നും അവരാഗ്രഹിക്കുന്നു. ഉയർന്ന ബ്രിഡ്ജുകൾ, ഏറ്റവും വലിയ ഡാമുകൾ, അത്ഭുതകരമായ ഹൈവേകൾ, കൃത്രിമ ദ്വീപുകൾ. ഓരോ പ്രൊജക്റ്റിലും ഒരു സന്ദേശം ഉണ്ടാവും. അത് ഭാവി മുഴുവൻ ഞങ്ങളുടെ കയ്യിലാണെന്നതുപോലെ. മാഗ്ലെവും അത്തരത്തിലുള്ള ആകാംക്ഷയുള്ള പ്രൊജക്റ്റുകളിൽ ഒന്നാണ്. ഇത്തരത്തിലുള്ള മെഗാ പ്രോജക്റ്റുകൾ മൂലം ചൈനയുടെ സാമ്പത്തിക വ്യവസ്ഥയ്ക്കും വലിയ ഉണർവ് ലഭിക്കും. ബില്യൺസ് ഡോളർ നിക്ഷേപങ്ങൾ വരുന്നു. ലക്ഷക്കണക്കിന് ടൺ സ്റ്റീല്, സിമെന്റ് ഉപയോഗിക്കുമോ? ആയിരക്കണക്കിന് എഞ്ചിനീയർമാർക്കും തൊഴിലാളികൾക്കും ജോലി ലഭിക്കുന്നു. കാగిതത്തിൽ നോക്കുമ്പോൾ GDP റോക്കറ്റ് പോലെ ഉയരുന്നു. പക്ഷേ ഇതിൽ തന്നെ ഒരു അപകടകരമായ വശവുമുണ്ട്. അർത്ഥശാസ്ത്രത്തിലെ വൈറ്റ് എലിഫന്റ് പ്രൊജക്റ്റ് എന്നൊരു പദമുണ്ട്. പുറത്തുനിന്ന് നോക്കുമ്പോൾ അതിഭംഗിയോടെയാണ് കാണപ്പെടുന്നത്. പക്ഷേ പരിപാലന ചെലവും വളരെ കൂടുതലായിരിക്കും. അവസാനത്തിൽ അത് ഒരു ഭാരമായി മാറും. മാഗ്ലെവിലാണ് ഏറ്റവും വലിയ പ്രശ്നം അതാണ്. ഈ ട്രെയിനുകൾ സാധാരണ റെയിൽവേ ട്രാക്കുകളിൽ ഓടിക്കുക. പൂർണ്ണമായും പുതിയ മാഗ്നറ്റിക് ട്രാക്കുകൾ നിർമ്മിക്കണം. അവ വളരെ ചെലവേറിയവയാൽ നിലവിലുള്ള റെയിൽവേ ഇൻഫ്രാസ്ട്രക്ചർ ഉപയോഗിക്കാൻ കഴിയില്ല. അതർത്ഥം ചൈന മുഴുവൻ ഈ നെറ്റ്വർക്ക് വ്യാപിപ്പിക്കണമെങ്കിൽ
ട്രില്യൺസ് ഓഫ് ഡോളേഴ്സ് ചെലവാകും. അവർക്ക് മറ്റൊരു വലിയ വെല്ലുവിളി വൈദ്യുതിയാണ്. ഈ ട്രെയിൻ വായുവിൽ തങ്ങാനും മണിക്കൂറിൽ 600 കിലോമീറ്റർ വേഗത്തിൽ മുന്നോട്ട് പോകാനും വളരെയധികം വൈദ്യുതി ആവശ്യമുണ്ട്. ചില വിദഗ്ധർ പറഞ്ഞതുപോലെ ഒരു ചെറിയ പട്ടണത്തിൽ ഉപയോഗിക്കുന്നതോളം വൈദ്യുതി ഈ മാഗ്ലെവ് സിസ്റ്റത്തിന് ആവശ്യമാണ്. ഇവിടെ നിങ്ങൾക്ക് മറ്റൊരു സംശയം വരാം, ഇത് പരിസ്ഥിതി സൗഹൃദമാണോ? ഇതും ദീർഘകാലം നിലനിൽക്കാൻ കഴിയുമോ എന്നതും. ഇതിനെല്ലാരെയും വിശ്വസിപ്പിക്കാൻ ചൈനയ്ക്ക് ഉത്തരവില്ല. മറ്റൊരു ഏറ്റവും പ്രധാനപ്പെട്ട അപകടം സുരക്ഷയാണ്. മണിക്കൂറിൽ 600 കിലോമീറ്റർ വേഗം എന്നത് ചെറിയ കാര്യമല്ല. ആ വേഗത്തിൽ ട്രെയിൻ വായുവിൽ തങ്ങിക്കൊണ്ടിരിക്കും. അങ്ങനെയുള്ള ട്രെയിനിൽ ചെറിയൊരു സാങ്കേതിക തകരാറുണ്ടായാലും, വൈദ്യുതി വിതരണത്തിൽ പ്രശ്നം വന്നാലും, മാഗ്നറ്റിക് സിസ്റ്റത്തിലെ ചെറിയൊരു തകരാറ് സംഭവിച്ചാലും ആ വേഗത്തിൽ അത് വലിയ ദുരന്തത്തിന് കാരണമാകാം. അതിനാണ് പല വിദഗ്ധരും ഈ സാങ്കേതിക വിദ്യയെ പ്രശംസിക്കുമ്പോഴും അതിൻ്റെ അപകട സാധ്യതയെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകുന്നത്. എങ്കിലും ഈ റേസിൽ ചൈന മാത്രമല്ല, ജപ്പാനും മാഗ്ലെവ് സാങ്കേതിക വിദ്യയിൽ വർഷങ്ങളായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. അവരുടെ ട്രെയിനുകൾ വളരെ ആധുനികമാണ്. പക്ഷേ ചൈന വലിപ്പത്തിലും വേഗത്തിലും ലോകത്തെ ആകർഷിക്കാൻ ശക്തമായി ശ്രമിക്കുന്നു. അപ്പോൾ ചൈനയുടെ ആഗ്രഹം പോലെ ഭാവിയിലെ ട്രെയിനുകൾ വിമാനങ്ങളെക്കാൾ വേഗത്തിൽ വരുമോ? ദീർഘദൂര യാത്ര മുഴുവൻ അൾട്രാ ഫാസ്റ്റ് ട്രെയിനുകളുടെ കയ്യിലേക്കോ? പൂർണ്ണമായില്ലെങ്കിലും ചില റൂട്ടുകളിൽ തീർച്ചയായും മാറ്റം വരാമെന്ന് എല്ലാവരും കരുതുന്നു. പ്രത്യേകിച്ച് 1000 മുതൽ 1500 കിലോമീറ്റർ വരെ ദൂരം യാത്ര ചെയ്യാൻ മാഗ്ലെവ് പ്രായോഗികമായ ഒരു ഓപ്ഷനാണെന്ന് പലരും വിശ്വസിക്കുന്നു. കാരണം എയർപോർട്ടിലേക്ക് പോകുന്ന സമയത്തേക്കാൾ നഗരത്തിൽ നിന്ന് നഗരത്തിലേക്ക് നേരിട്ട് യാത്ര ചെയ്യുന്നത് പലർക്കും കൂടുതൽ അനുയോജ്യം അല്ലേ? നമ്മുടെ ഇന്ത്യയെക്കുറിച്ച് പറയുമ്പോൾ നാം ബുള്ളറ്റ് ട്രെയിൻ പ്രോജക്റ്റ് മേൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ മുംബൈ മുതൽ അഹമ്മദാബാദ് വരെ ബുള്ളറ്റ് ട്രെയിൻ പ്രോജക്റ്റ് നിർമ്മാണത്തിലാണ്. അത് മാഗ്ലെവ് അല്ലെങ്കിലും ഇന്ത്യയുടെ ഗതാഗത ഭാവിക്ക് ഒരു വലിയ ചുവടായിരിക്കും. എങ്കിലും ചൈനയുടെ മാഗ്ലെവ് പ്രോജക്റ്റ് നമുക്കൊരു പ്രധാനപ്പെട്ട പാഠം നൽകുന്നു. ദൃശ്യം വലിയതായാൽ സാങ്കേതിക പരിധികളും മുന്നോട്ട് നയിക്കും. കഴിഞ്ഞ കുറേ വർഷങ്ങൾക്ക് മുമ്പ് വായുവിൽ തങ്ങുന്ന ട്രെയിനുകൾ ഒരു തമാശയായിരുന്നു. എന്നാൽ ഇന്ന് അത് യാഥാർത്ഥ്യമായി മാറിയിരിക്കുന്നു. എന്നാൽ ഒരു കാര്യം മാത്രം മനസ്സിലാക്കണം, വേഗത മാത്രം വിജയമല്ല. ഒരു സാങ്കേതിക വിദ്യയെ വാസ്തവത്തിൽ വലിയതാണെന്ന് പറയാൻ അത് സുരക്ഷിതവുമായിരിക്കണം. അതിലുപരി സാധാരണ ആളുകൾക്ക് എളുപ്പത്തിൽ ഉപയോഗിക്കാവുന്ന വില കുറഞ്ഞതുമായിരിക്കണം. അല്ലെങ്കിൽ അത് സമ്പന്ന രാജ്യങ്ങളുടെ ഒരു പ്രൊജക്റ്റായി മാത്രം ശേഷിക്കും. ചൈന വിമാനത്തെക്കാളും വേഗത്തിൽ പോകുന്ന ട്രെയിൻ നിർമ്മിച്ചെന്ന വാർത്ത അതിശയകരമായി തോന്നും. എങ്കിലും യഥാർത്ഥ പരീക്ഷ എപ്പോഴാണ് തുടങ്ങുന്നത്? ഈ സാങ്കേതിക വിദ്യ സാമ്പത്തികമായി നിലനിൽക്കുമോ? പലർക്കും ഇത് സ്വീകരിക്കപ്പെടുക്കുമോ? അല്ലെങ്കിൽ മറ്റൊരു ചരിത്രവും മാത്രം ശേഷിക്കുമോ? അതിനുള്ള ഉത്തരമൊക്കെ ഭാവി മാത്രമേ പറയും. എങ്കിലും ഒരു കാര്യം മാത്രം വ്യക്തമായി പറയാം, അതായത് മനുഷ്യന്റെ കൽപ്പനയ്ക്ക് അതിരുകളില്ലെന്ന്. മാഗ്ലെവ് ട്രെയിൻ അത്തരത്തിലുള്ള അത്ഭുതങ്ങളിലൊന്നാണ്. ഇത് വെറും ഒരു ട്രെയിൻ അല്ല, മനുഷ്യന്റെ വേഗതയിലേക്കുള്ള ആഗ്രഹത്തിന്റെ പ്രതീകമാണിത്. സാങ്കേതിക വിദ്യയിലൂടെ ലോകത്തെ ആധിപത്യം നേടണമെന്ന ചൈനയുടെ ആഗ്രഹത്തിന് തെളിവും ഭാവിയിലെ ഗതാഗതം എങ്ങനെ ആയിരിക്കുമെന്നതിന്റെ ഒരു സൂചനയും ഇതാണ്. ഭാവിയിലെ വിമാനങ്ങൾ ആകാശത്ത് പറക്കുവോ ഇല്ലയോ എന്നത് അറിയില്ല. എങ്കിലും ഒരു കാര്യം സത്യമാണ്, അതായത് നാളെയുടെ ലോകം ഇന്ന് നമ്മൾ കൽപ്പിക്കുന്നതിനേക്കാൾ വളരെ വേഗത്തിൽ മുന്നേറുന്നുണ്ട്. ഇതാണ് ഫ്രണ്ട്സ് ഇന്നത്തെ വാർത്ത. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഇപ്പം തന്നെ ഒരു ലൈക്ക് കൊടുക്കൂ. കൂടാതെ നമ്മുടെ ചാനലിൽ പുതിയവരാണെങ്കിൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് പക്കലുള്ള ബെൽ ഐക്കൺ ആക്ടിവേറ്റ് ചെയ്യൂ.